2024 തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് അധികാരത്തിൽ വരും. 2 കോൺഗ്രസ് മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കൾ ബിജെപിയിലേക്ക് പോയതാണ് ഇപ്പോഴത്തെ വിഷയം. ഇവരൊക്കെ കോൺഗ്രസിൽ ഉണ്ടായിരുന്നുവെങ്കിൽ കോൺഗ്രസ് 2024 അധികാരത്തിൽ കയറുമായിരുന്നു. ഇനി ഇവർ പോയതുകൊണ്ട് അധികാരത്തിൽ കയറുമോ? എന്താണെങ്കിലും കോൺഗ്രസ് ഇത്തവണ അധികാരത്തിൽ തിരിച്ചെത്തുമെന്ന് പറയുന്നവരും എന്തൊക്കെ ചെയ്താലും അധികാരത്തിൽ തിരിച്ചെത്താൻ പോകുന്നില്ലെന്ന് പറയുന്നവരും കാരണങ്ങളൊന്ന് കമൻ്റായി രേഖപ്പെടുത്തും. എവരി ആക്ഷൻ ദർ ഈസ് ആൻ ഇക്വലൻ്റ് ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. നമ്മളിവിടെ പരിശോധിക്കാൻ പോകുന്നു അനിൽ ആൻ്റണിയെയും പത്മജ വേണുഗോപാലിനെയും പുറത്താക്കിയതാര്. വെൽക്കം ടു ന്യൂട്ടൺസ് തേർഡ് ലോ. നമ്മൾ അത്രത്തോളം പ്രവർത്തിക്കണമെന്ന് വിചാരിച്ച ഒരു പ്രസ്ഥാനത്തിൽ നിന്നും ഏതൊക്കെ സാഹചര്യത്തിലായിരിക്കും നമ്മൾ വിട്ടിറങ്ങുന്നത്? അധികാരം, അംഗീകാരം, പണം എന്നിവയോടുള്ള മോഹങ്ങളും ED കേസുകൾ പേടിച്ചിട്ടും എന്നൊക്കെ വേണമെങ്കിൽ പറയാം, അല്ലേ? അങ്ങനെയുള്ള ആളുകളുണ്ട്. അതുകൊണ്ടാണല്ലോ തിരഞ്ഞെടുപ്പ് നടക്കുന്ന സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് MPമാർക്ക് വേണ്ടി പ്രത്യേകം ബസ് കരുതി വെച്ച വാർത്തകളൊക്കെ നമുക്ക് കേൾക്കേണ്ടി വരുന്നത്. പക്ഷേ ഇവരുടെ രണ്ടുപേരുടെയും കാര്യം അങ്ങനെയല്ല എന്നാണ് എൻ്റെ നിരീക്ഷണം. ഇവിടെ നിന്നാണ് അനിൽ ആൻ്റണിയുടെ BJPയിലേക്കുള്ള യാത്രയ്ക്ക് തുടക്കം കുറിച്ചത്. One thing clear, and I as a person, like, I am not for the banning or blockage of any documentary or movie or any artistic expression, because I do believe that freedom of speech and expression is very essential for a democracy to function. But this is not a normal circumstance. Here is a media outlet which I would say has a long history of prejudices against India, which over the years have been repeated offenders in creating on standing for stances which is against Indian interest. And here you are releasing a certain documentary which I believe was meant to open up certain old wounds and create certain internal disturbance in the country. And now the last few days has actually proven it, where you actually have a lot of internal disturbances that are going on because of the documentary. And the current internal security challenges itself do actually give a very valid reason for how this is the 75th year of our independence. And in that 75 years, we have come a long way. And this is the year where proudly I can say as an Indian that we have overtaken even Great Britain as the 5th largest economy, and we are in certain trajectory at this moment. And at this moment, again, I find it disappointing as an Indian and a young Indian to see our old colonial rulers still trying to dabble in this country's internal matters, which I think no responsible political outfit should be encouraging in any manner. And that is where I stand. മലയാളത്തിൽ കൂടെ പുള്ളി എന്താണ് പറഞ്ഞതെന്ന് കേട്ടു നോക്കാം. ഞാൻ രാവിലെ ഒരു ട്വീറ്റ് ചെയ്തു. അതിൽ തന്നെ ആദ്യത്തെ വരി തന്നെ വളരെ വ്യക്തമാണ്. BJPയുമായിട്ട് എനിക്ക് രാഷ്ട്രീയപരമായ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. ഇപ്പോൾ സംഭവിക്കുന്ന രണ്ട് കാര്യങ്ങൾ തന്നെ. ഇപ്പോൾ 2002 ഗുജറാത്ത് കലാപം നടന്നു. അത് ഇന്ത്യയിലെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും നിർഭാഗ്യകരമായ ഒരു ദുരന്തമായിരുന്നു. അതിൽ തന്നെ കോൺഗ്രസിന്റെ നിലപാടുണ്ട്. ആ നിലപാട് തന്നെയാണ് എന്റെ നിലപാട്. അതിൽ ഒരു വ്യത്യാസവുമില്ല. ഒരു പ്രദർശനത്തിനെതിരെ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ഇതെല്ലാം നല്ല കാര്യം തന്നെയാണെന്നാണ് എന്റെ വിശ്വാസം. കാര്യം ഇന്ത്യ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ്. ഏറ്റവും പഴയ ജനാധിപത്യ രാജ്യങ്ങളിൽ ഒന്നാണ്. ഇവിടെ ഫ്രീഡം ഓഫ് സ്പീച്ചും എക്സ്പ്രഷനും എല്ലാം ഒരു ജനാധിപത്യ രാജ്യത്തിന് ഏറ്റവും വേണ്ടപ്പെട്ട കാര്യങ്ങളാണ്. ഇത് തന്നെ ഇപ്പൊ സ്വാതന്ത്ര്യത്തിന് ശേഷം ഇത് 75ാം വർഷമാണ്. ഇപ്പോൾ ബ്രിട്ടീഷ് രാജ്യമായിട്ട് നമുക്കൊരു 200 വർഷത്തിന്റെ ഒരു കൊളോണിയൽ ഹിസ്റ്ററി ഉണ്ട്. ഇപ്പോൾ 1250 കൊല്ലം മുമ്പ് പോവുകയാണെങ്കിൽ ആ സമയത്തും ഒരുപാട് നാട്ടുരാജ്യങ്ങൾ അവരെല്ലാം തമ്മിൽ ചെറിയ ചെറിയ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്ന സമയത്തായിരുന്നു ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടെ വന്ന് അത് മുതലെടുത്ത് ഇവിടെ ഒരു ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന് തുടക്കം കുറിച്ചത്. ആ കാലമെല്ലാം കഴിഞ്ഞു. ബ്രിട്ടീഷ് സാമ്രാജ്യമൊന്നും ഇല്ല. പക്ഷേ 75 വർഷം കഴിയുമ്പോഴും ഇന്നും ഇപ്പോൾ എന്റെ മനസ്സിൽ ഇതെല്ലാം ഓരോ കൊളോണിയൽ ഹാങ് ഓവറാണ്. ഇപ്പൊ BBC പറഞ്ഞു എന്നുള്ള അത് വേദവാക്യമല്ല. ഇപ്പൊ 75 വർഷത്തിന് ശേഷവും ഇന്നും ഇന്ത്യയിലെ ഓരോ സ്ഥാപനങ്ങളുണ്ട്. ഇന്ത്യയിലെ ഒരു സിസ്റ്റം ഉണ്ട്. ലീഗൽ സിസ്റ്റം ആയാലും പൊളിറ്റിക്കൽ സിസ്റ്റം ആയാലും എല്ലാം ഉണ്ട്. അതിനുമുപരിയായിട്ട് ഒരു വിദേശത്തു നിന്നുള്ള ഒരു രാജ്യത്തു നിന്നുള്ള ഒരു സ്ഥാപനം പറയുമ്പോൾ അതിനുപരിയായിട്ട് നമ്മൾ അതിനെ കണക്കാക്കി അതിനെ. എന്തായിരുന്നു അനിൽ ആൻ്റണി പറഞ്ഞു വെച്ചത്? എന്തായിരുന്നു അനിൽ ആൻ്റണിയുടെ സ്റ്റാൻഡ്? ഇത് കണ്ടിട്ടും അനിൽ BJPയുടെ ഒപ്പം പോകാനാണ് ഇങ്ങനെയുള്ള പരാമർശം നടത്തിയതെന്നാണ് നിങ്ങളുടെ തോന്നലെങ്കിൽ നിങ്ങളിനി വീഡിയോ കണ്ടോളൂ, ബാക്കിയൂടെ കണ്ടോളൂ. ഞാൻ എൻ്റെ സ്റ്റാൻഡ് വ്യക്തമാക്കാം. നിങ്ങളെ അവഗണിക്കാനല്ല, നിങ്ങളെയും കൂടെ ഒപ്പം ചേർക്കാനാണ് ഞാൻ താല്പര്യപ്പെടുന്നത്. അനിൽ ആൻ്റണി എവിടെയും BJPയാണ് ശരിയെന്നോ ഗുജറാത്ത് കലാപത്തെ ന്യായീകരിച്ചോ മോഡിയാണ് ശരിയെന്നോ അങ്ങനെയൊന്നും പറഞ്ഞതായിട്ട് ഞാൻ കേട്ടില്ല. വർഷങ്ങൾക്ക് മുൻപേ ചർച്ച ചെയ്ത, ഇന്നും ചർച്ച ചെയ്യുന്ന മാധ്യമങ്ങളും പ്രതിപക്ഷ കക്ഷികളും ഇന്നും ചർച്ച ചെയ്യുന്ന ഒരു വിഷയം, മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലാത്ത 5th ലാർജസ്റ്റ് എക്കണോമിയായി നിൽക്കുന്ന ഈ അവസ്ഥയിൽ ഇന്ത്യയിലെ ഒരു ഇന്റേണൽ കാര്യമെടുത്ത് വീണ്ടും സംസാര വിഷയമാക്കി ഒരു ഡോക്യുമെൻ്ററിയായി ഇറക്കി ഇന്ത്യയിൽ കമ്മ്യൂണൽ സ്പ്ലിറ്റുകൾ ഉണ്ടാക്കുന്നതിനെതിരെയാണ് അനിൽ ആൻ്റണി സംസാരിച്ചത്. ലോകത്തെ കണ്ട ബ്രിട്ടീഷ് മാധ്യമങ്ങളെ അറിഞ്ഞ ശശി തരൂരും ഇതേ കാര്യം സംസാരിച്ചിരുന്നു. ഞാൻ പറഞ്ഞത് ഈ വിഷയത്തിൽ സുപ്രീം കോടതി തീരുമാനം എടുത്തു കഴിഞ്ഞു. നമുക്ക് നമ്മുടെ സ്വന്തം അഭിപ്രായം ഉണ്ടാവാം. പലവരും ഈ വിഷയത്തെക്കുറിച്ച് സുപ്രീം കോടതിയുടെ തീരുമാനത്തെക്കുറിച്ച് അസന്തുഷ്ടമായിരിക്കില്ല. പക്ഷെ ആ തീരുമാനം വന്ന ശേഷം പിന്നെ നമ്മൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്തിട്ടും കാര്യമില്ല. കാരണം നമുക്ക് മുന്നോട്ട് പോകണം. ഭാരതത്തിൽ വേറെ ഭയങ്കര കുറേ വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളെ നമ്മൾ എന്തായാലും പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ
ഈ പണ്ടുകാലം സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് മാത്രം നമ്മൾക്ക് ഭാരതത്തിൽ അത് ചർച്ച ചെയ്യാൻ ആവശ്യമില്ല എന്നാണ്. നടക്കുന്ന ഓരോരോ വിവാദത്തിൽ നമ്മൾക്ക് പങ്കെടുക്കാനുള്ള അവകാശമുണ്ട്. കാരണം ഈ ജനാധിപത്യത്തിനകത്ത് എല്ലാവർക്കും ഈ വിഷയത്തിലും ഏത് വിഷയത്തിലും അഭിപ്രായം ഉണ്ടാവാം. സെൻസർഷിപ്പ് പറഞ്ഞ ഇങ്ങനെ അഭിപ്രായം പറയുന്ന സിനിമയെ നമ്മൾ കാണിക്കാൻ പാടില്ല, ഇതിനെ സാമൂഹ്യ മാധ്യമത്തിൽ ഇരിക്കാൻ പാടില്ല. അത് ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യാൻ സാധിക്കില്ല. കാരണം ഇങ്ങനെ സെൻസർഷിപ്പ് നമ്മളുടെ ഭരണഘടനത്തിലേ ഇല്ലാത്തൊരു കാര്യമാണ്. ശശി തരൂരും ഇതുതന്നെയാണ് പറഞ്ഞത്. നേരത്തെ തീർപ്പാക്കിയ ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിച്ചിട്ട് കാര്യമില്ല. പിന്നെ സംസാരിക്കുന്നവരുണ്ടെങ്കിൽ അവരെ അനുവദിക്കണം, അതിനെ തടയേണ്ട ആവശ്യവുമില്ല. അനിൽ ആന്റണിയും ഇതുതന്നെയാണ് പറഞ്ഞത്. പക്ഷേ രാജ്യത്തിൻ്റെ പരമാധികാരത്തിനെതിരെയുള്ള കടന്നുകയറ്റമാണ് BBC-യുടെ ഡോക്യുമെൻ്ററി എന്ന് വിമർശിച്ച അനിൽ ആന്റണിയെ സൈബർ കോൺഗ്രസ്സുകാരെല്ലാം കൂടെ പൊതിരെ ആക്രമിച്ചു. പകുതിയിലേറെ വരുന്ന മലയാളികളും തിരിഞ്ഞാക്രമിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. At this particular point of time, I think it is the right course of action. Because a lot of things that has happened in the last 24 hours, I do think it has been very hurtful to me as a person and as somebody who has been deeply involved with the Congress party all through my life. And coming from a place where my father has been working in this organization for the last 6 decades. So, coming from such a background and a place, like I do feel that whatever happened in the last 24 hours, especially from certain corners of the Congress, has not been the best of any responses, and I do think that at this point, it is the best course of action. At the end of the day, yesterday morning, I did make a tweet. And the tweet was done with good intentions, the best of my intentions, where I made a certain comment. And the comment was that I do oppose the BJP also in many things. I have been opposing it all through my life. However, when it comes to certain things, especially what concerns our core national interest, our sovereignty, our security, our strategic interests, any of our core interest, I do think that we shouldn't be playing with fire, because this is compromising a lot of things for which there will be a lot of long-term ramifications. So this is why when it came to the BBC documentary, I did say that it comes from certain place and we should be a little cautious about it, and it was a very innocuous and observation, I would say. 8 p.m. onwards, like all through the night, like I'm getting threat calls, I'm getting hate messages. My Facebook page, you go to my Facebook page, I have deleted everything. Like it is a lot of explicits and a lot of abuses. But sadly now it has come down to a place where now politics means that just because you oppose somebody, like you will go to any extent, even if it is against the country's interest, and even if it's somebody who has been working with you for decades, like you will actually abuse everything and try to tear down that person just because you don't like one word they are saying. That is, I would say, the height of intolerance. It is very disappointing, because you have our leader Sri Rahul Gandhi, who is walking from Kanyakumari to Kashmir, spreading the message of love, and here you have his supporters who sadly is tearing down everything he is trying to achieve with this kind of behavior. കഴിഞ്ഞ ഒരു 24 മണിക്കൂറിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അത്ര നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതായത് ഞാൻ വളരെ ഇനോക്യസ് ആയിട്ട് വളരെ നല്ല ഉദ്ദേശത്തോടു കൂടിയാണ് ഒരു ട്വീറ്റ് ചെയ്തത്. അത് ട്വീറ്റിൽ ഇത്രേ പറഞ്ഞിട്ടുള്ളൂ. കോൺഗ്രസിൻ്റെ ഒരു നയത്തെയും ഞാൻ വിമർശിച്ചിട്ടില്ല, കോൺഗ്രസിൻ്റെ ഒരു നയത്തിനെതിരെ ഞാൻ പറഞ്ഞിട്ടില്ല. ആകപ്പാടെ പറഞ്ഞിട്ടുള്ളത് രാജ്യത്തിൻ്റെ കോറായിട്ടുള്ള ഇൻട്രസ്റ്റുകൾ, ഇപ്പം അഖണ്ഡതയായാലും രാജ്യത്തിൻ്റെ പരമാധികാരമായാലും, ഇതിനൊന്നും മുകളിൽ മറ്റാരും കയ്യേറാൻ ഒരു സിറ്റുവേഷൻ ഉണ്ടാക്കുന്നത് നല്ലതല്ല. അതൊരു നല്ല പ്രവണതയല്ല. ഇത്രയും മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അങ്ങനെയാണ് മിടുക്കനായ ചെറുപ്പക്കാരനെ ഇവർ BJP-യിലേക്ക് ചാടിച്ചത്. കുറച്ച് മലയാളികളും കുറച്ച് കോൺഗ്രസ്സുകാരും കുറച്ച് യൂത്ത് കോൺഗ്രസ്സുകാരും കുറച്ച് സഖാക്കളും കൂടെ അനിൽ ആന്റണിയെ BJP-യിലേക്ക് ചാടിച്ചു. ഇനി പത്മജ വേണുഗോപാലിൻ്റെ കാര്യം. പത്മജ അന്നത്തെ തിരഞ്ഞെടുപ്പിന് ശേഷം ഇന്ന് പറയുന്ന അതേ കാര്യങ്ങളടങ്ങിയ കുറേ പരാതികൾ കോൺഗ്രസ് ലീഡർഷിപ്പിന് കൊടുത്തിട്ടുണ്ട്. രാഷ്ട്രീയ സൂചനകൾ നടത്തിക്കൊണ്ടാണ് പത്മജ വേണുഗോപാൽ ഫേസ്ബുക്കിൽ അവരുടെ അഭിപ്രായം എഴുതുന്നത്. ചില കാര്യങ്ങൾ തുറന്നു പറയേണ്ടി വരും, പക്ഷെ അത് എന്താണെന്നതിൽ വ്യക്തത വരുത്തുന്നില്ല. പാർട്ടിയിൽ നിന്ന് തനിക്ക് വലിയ തിരിച്ചടി ഉണ്ടായി, പാർട്ടിയിൽ നിന്ന് തന്നെയാണ് തനിക്ക് മോശം അനുഭവം ഉണ്ടായത്. സഹോദരൻ എന്തു തോന്നിയാലും തുറന്നു പറയും, താമസിയാതെ തനിക്ക് തുറന്നു പറയേണ്ടി വരും എന്നതാണ് പത്മജ വേണുഗോപാൽ പറയുന്നത്. ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ കൂടുതൽ വലിയ പ്രതികരണങ്ങൾ പത്മജ വേണുഗോപാലിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായേക്കാം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ തോൽവിയിൽ പാർട്ടി സംഘടനാ സംവിധാനത്തിന് വീഴ്ചയുണ്ടായി. ചില നേതാക്കൾ തൃശൂരിൽ തോൽപ്പിക്കാൻ പ്രവർത്തനം നടത്തിയെന്ന ആരോപണമൊക്കെ അവർ നേരത്തെ ഉന്നയിച്ചതാണ്. ഇത് സംബന്ധിച്ച് പരാതിയിൽ പരിഹാരം ഉണ്ടായില്ല എന്നതാവാം ഒരുപക്ഷെ അവർ ഉന്നയിക്കുന്നത്. ഇത് കഴിഞ്ഞ ദിവസത്തെ വാർത്തയല്ല, ഒരു വർഷത്തിന് മുൻപുള്ള വാർത്തയാണ്. കെ കരുണാകരന് സ്മാരകമുണ്ടാക്കാതിരിക്കാൻ പരമാവധി ആഗ്രഹിക്കുന്നവരാണ് കോൺഗ്രസിലെ പല നേതാക്കളുമെന്ന് പത്മജ വേണുഗോപാൽ. സ്മാരകം പണിയുന്നതിന് മുഖം തിരിഞ്ഞു നിൽക്കുന്നവരിൽ മിക്കവരും കരുണാകരൻ കൂടെ നിർത്തുകയും വഴികാട്ടുകയും ചെയ്ത നേതാക്കളാണ്. സ്മാരകവുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ കെ കരുണാകരനെ അപമാനിച്ച് സംസാരിക്കുകയായിരുന്നു കേരളത്തിലെ പല യുവ നേതാക്കളുമെന്നും പത്മജ കുറ്റപ്പെടുത്തി. അപ്പോൾ ബാക്കി ഇവിടെ വിശകലനം ചെയ്യേണ്ട ആവശ്യമില്ല. പത്മജയെയും അനിൽ ആന്റണിയെയും BJP-യിലേക്ക് എത്തിച്ചത് കോൺഗ്രസ്സുകാരാണ്. അപ്പോൾ ഇവിടെ പ്രശ്നം അസഹിഷ്ണുതയാണ്. തങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ സംസാരിക്കണമെന്നുള്ള അസഹിഷ്ണുതയിലൂടെയാണ് ഇവരെ മറുകണ്ഠത്തിലേക്ക് ചാടിച്ചത്. ഇനിയുമുണ്ട് ഉദാഹരണങ്ങൾ.
അബ്ദുള്ളക്കുട്ടി കോൺഗ്രസിൽ പ്രവർത്തിക്കുന്ന കാലം ഗുജറാത്ത് മോഡലിനെ കുറിച്ച് സംസാരിച്ചതിൽ വിളറിപൂണ്ട അഭിപ്രായങ്ങൾ കേട്ടാണ് അദ്ദേഹം CPM-ലേക്ക് ചാടിയതും CPM-ൽ വന്നതിന് ശേഷം ഇതേ അഭിപ്രായങ്ങളൊക്കെ നടത്തിയതുകൊണ്ടാണ് തിരിച്ച് അവസാനം BJP-യിലേക്ക് ചാടിയത്. അപ്പോൾ വീണ്ടും കോൺഗ്രസിൽ വിശ്വസിക്കുന്നവരോടും നേതാക്കളോടും അണികളോടും 2024 കോൺഗ്രസ് അധികാരത്തിൽ വരുമോ?